എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേതും ഒരു റബ്ബർ വീഡിയോ ആണ്. ഗോൾഡൻ ടച്ച് പൗഡർ എങ്ങനെയാണ് ആസിഡിൽ മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു. അതിനുള്ളൊരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. ഗോൾഡൻ ടച്ച് പൗഡർ ചേർത്തിട്ടുള്ള ആസിഡ് കൊണ്ടാണ് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും, ഷീറ്റുകൾക്കൊക്കെ നല്ല കളറ് കിട്ടും. മാത്രമല്ല മഴക്കാലത്തൊക്കെ കുറച്ച് നാൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ പൂപ്പലൊന്നും പെട്ടെന്ന് പിടിക്കില്ല. ആസിഡിലേക്ക് ഗോൾഡൻ ടച്ച് പൗഡർ ചേർക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ക്യാനിലുള്ളത് 3.5 ലിറ്റർ ആസിഡാണ്. ഇതിലേക്ക് 100 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ഗോൾഡൻ ടച്ച് പൗഡറാണ് ചേർക്കുന്നത്. 1 ലിറ്റർ ആസിഡിന് 100 ഗ്രാം എന്ന കണക്കിനാണ് ഗോൾഡൻ ടച്ച് പൗഡർ വേണ്ടത്. നല്ല കറുത്ത് തരികളോട് കൂടിയിട്ട് ചെറുതായി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് ഈ പാക്കറ്റിനുള്ളിലുള്ളത്. ഇത് ഓരോ പാക്കറ്റും പൊട്ടിച്ച് ഒരു ഫണൽ ഉപയോഗിച്ച് ആസിഡിലേക്ക് ചേർക്കാം. ഇത് ഫ്രീ ഫ്ലോ ആയിട്ടുള്ളതൊന്നുമല്ല, ഒരു കോലോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് പതുക്കെ കുത്തി ഇടുന്നതായിരിക്കും നല്ലത്. പാരാനൈട്രോഫിനോൾ എന്നാണ് ഈ പൊടിയുടെ കെമിക്കൽ നെയിം. ഈ പൊടി ചിലർക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇത് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. എല്ലാ പാക്കറ്റും പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായി ഒന്ന് കുലുക്കി വെക്കണം. ഇത് എപ്പോഴാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 2 ദിവസം മുന്നേ ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് കുലുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ തരികളൊക്കെ നന്നായി അലിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 പാക്കറ്റിലെയും പൊടികൾ ഇട്ടതിന് ശേഷം ക്യാനിൻ്റെ ഇന്നർ അടപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അതിനുശേഷം ക്യാൻ അടച്ച് നന്നായി ഒന്ന് കുലുക്കിയെടുക്കുക. ക്യാനിൻ്റെ 2 അടപ്പുകളും നന്നായി അടച്ചതിന് ശേഷം മാത്രം കുലുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുലുക്കുന്ന സമയത്ത് ആസിഡ് പുറത്തേക്കൊക്കെ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടപ്പ് ടൈറ്റാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആസിഡ് കുലുക്കുന്ന സമയത്ത് ആസിഡ് മേത്തൊക്കെ വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അടച്ചതിന് ശേഷം മാത്രം കുലുക്കുക. ഇത് 2 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഈ തരികളൊക്കെ നന്നായി അലിഞ്ഞ് ആസിഡിലേക്ക് ചേരുള്ളൂ. പിന്നെ ഡൈലൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തും ചെറുതായി ഒന്ന് കുലുക്കി കൊടുക്കുന്നതും നല്ലതാണ്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.